ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നതെന്ന് വെച്ചാൽ, നല്ല വൃത്തിക്ക് കുളിച്ചൊരുങ്ങി ആണുള്ള പോക്ക്. ഇങ്ങനെ തന്നെ കണ്ടവർ കുറച്ച് കുറവായിരിക്കില്ലേ ചുരിദാറെല്ലാം ഇട്ടിട്ട്. അപ്പം പോകുന്നത് ഏകദേശം എവിടെയായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അല്ലേ? അപ്പോൾ പോകുന്നത് അമ്പലത്തിലാണ്. ദുബായിൽ വന്നിട്ട് അമ്പലത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇവിടെ അമ്പലങ്ങളുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പോവാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാനങ്ങനെ അമ്പലങ്ങളിൽ പോകുന്നൊരാളും അല്ല. സോ ഇവിടെ അപ്പുറത്ത് എൻ്റെ നെയ്ബേഴ്സായിട്ടുള്ള 2 ചേച്ചിമാർ അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. ദാ ഇവർ രണ്ടുപേരുമാണേ. അപ്പോൾ അവരെന്നെ വിളിച്ചതാണ്. അതിലൊന്ന് നോർത്ത് ഇന്ത്യൻ ചേച്ചിയും ഒന്ന് നമ്മളെ തിരുവനന്തപുരത്തുള്ള ചേച്ചിയുമാണ്. എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവർ പോകുന്നുണ്ട്, നീയും വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ. ഇവിടെയുള്ള അമ്പലത്തിൽ എങ്ങനെയാണ് അമ്പലം എന്നൊക്കെ നോക്കാമെന്ന് കരുതി നമ്മൾ ബുർജുമാനിൽ ഇറങ്ങി പിന്നെ ഒരു മെട്രോ മാറി കയറിയിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണെന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മെട്രോ കയറിയിട്ട് കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയ സ്ഥിതിക്ക് നല്ല ചൂടുണ്ട്. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ദുബായ് UAE-യിലുള്ള എല്ലാവർക്കും അറിയാം ചൂടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നല്ലപോലെ വന്നായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്നത് നല്ല ചൂടത്ത്. അപ്പോൾ അവർ നല്ല കൂളായിട്ടാണ് പോകുന്നത്. അവരെല്ലാ സാറ്റർഡേയും പോവും. ലാവണ്യ എന്നാണ് ചേച്ചീൻ്റെ പേര്. അവർ എല്ലാ സാറ്റർഡേയ്സും പോവാറുണ്ട് ഓലീജ് ടെമ്പിളിൽ. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ഒന്ന് വിളിച്ചതാണ് ഈ പ്രാവശ്യം വരുന്നോ എന്ന് ചോദിച്ചിട്ട്. അതിനെ ഞങ്ങൾ രണ്ടുപേരും പോവാന്ന് കരുതി അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം ഒരു ശ്രീകൃഷ്ണൻ്റെ ടെമ്പിളാണ് കേട്ടോ. പേര് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടെമ്പിളാണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ടെമ്പിളല്ല. അങ്ങനെ ഞങ്ങൾ ചെരുപ്പെല്ലാം ഊരി വെച്ച് നേരെ അങ്ങോട്ടേക്ക് കയറി. പിന്നെ ടെമ്പിളിൻ്റെ ഉള്ളിൽ ഇത് അലൗഡ് അല്ല ഫോൺ, അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ പറയുന്നുണ്ടായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പ്രസാദമെല്ലാം കിട്ടി. പ്രസാദമായിട്ട് ആപ്പിളും പിന്നെ എന്തൊക്കെയോ ഒരു നാരങ്ങയോ അങ്ങനെ എന്തൊരു സംഭവമാണ് കിട്ടിയത് കേട്ടോ പ്രസാദം. പിന്നെ ചേച്ചി പറഞ്ഞു അവിടെ ഒരു മീനാ ബസാർ പോലത്തെ ഒരു ബസാറുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അതായത് ഈ ചെറിയ ഇടുവഴി കൂടെയൊക്കെയാണ് പോയത്. അപ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്പോട്ടെല്ലാം കാണാൻ അവിടെയൊക്കെ കുറച്ച് തണലുള്ളതുകൊണ്ട് തന്നെ നടക്കാനും കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ വേറൊരു ലോകമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ എന്തൊക്കെ തരം എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ ഭയങ്കര കാണുമ്പോൾ ഭംഗിയുള്ള എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഇസ്തറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഡ്രസ്സായാലും പിന്നെ പല പല കീ ചെയിനുകളും ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതിൻ്റെ അടുത്തായിരുന്നു, ഒരു ലേക്കിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് തന്നെ. ഇത് ലേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. 1 റുപ്പീസ് ബോട്ട്, 1 റുപ്പീസ് അല്ല സോറി 1 ദിറംസിന് ബോട്ട് ആ ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് അവിടുന്ന് നേരെ നമ്മളുടെ ഗോൾ സൂക്കിലേക്ക് പോകും. അങ്ങനെയാണ് ആ പരിപാടി. പിന്നെ കുറേ കാന്തം, നമ്മൾ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന കാന്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. കാരണം അവിടെ കൂടെ കുറേ ഞങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ കാണാനായിട്ടാണ് മെയിനായിട്ട് നടന്നത്. പക്ഷേ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കയറിയിട്ടോ നമ്മളെ ചേച്ചി അനുചേച്ചി, നമ്മളെ തിരുവനന്തപുരം സ്വന്തം അനുചേച്ചി അതിന് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കയറി 1-2 പാൻറ്റും ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ചേച്ചീൻ്റെ വക എനിക്കൊരു ടോപ്പും വാങ്ങി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള നല്ല നല്ല കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം. അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയായിട്ട്. പിന്നെ അതിലൂടെ പോകുമ്പോൾ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലാണ്. ഈ ഊതിൻ്റെ ഒക്കെ ഉള്ളൊരു സ്മെല്ലില്ലേ, അവരെന്ത് ആണ് ആക്കുന്നതെന്നൊന്നും അറിയില്ല. ആ ഒരു സ്മെല്ലിൽ ഇങ്ങനെ ആ ഭാഗത്ത് കൂടെ നടക്കാനും പിന്നെ നല്ല തണലും ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ആ ലേക്ക് എന്നുള്ള കാറ്റില്ലേ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഗ്രോസറി ഐറ്റംസൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് പുതിയ വീടുകളിലേക്കൊക്കെ നല്ല അലങ്കാരം കണ്ടോ. ഈ ലൈറ്റ്സൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് പുതിയ വീട്ടിലേക്കൊക്കെ ഒരു അലങ്കാരമായിട്ടൊക്കെ വെക്കാനൊക്കെ കൊള്ളാം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ പുതിയ വീട് ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഓവർ റേറ്റഡും അല്ല, എല്ലാത്തിനും ഒരു മിനിമൽ റേറ്റേ ഉള്ളൂ. കാണാനും ഒക്കെ കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥാനങ്ങളുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പിന്നെയും വെയിലത്ത് നടന്നു തിരിച്ച്. എന്തായാലും ഇന്നൊരു ഡേ വെൽ സ്പെൻഡ് ആയിരുന്നു. ഒരു പുതിയൊരു അനുഭവം, എല്ലാ ദിവസവും ഉള്ളതിനെക്കാട്ടും ഒരു വേറെ എല്ലാവരും. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.